അയ മാലിക്ക് പറഞ്ഞു അതെയാ മാലിക കേട്ടു ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നലെ എവിടെ പറഞ്ഞു നിർത്തിയോ അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അതേ ഗൈസ്, ഇന്ന് ഈദ് ഡേ 3 ആണ്. 3-ാം പെരുന്നാളാണ് ഗൈസ്, 3-ാം പെരുന്നാൾ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം, കാരണം ഒരു ഇത് വീഡിയോസിലൊക്കെ അവൾ വന്നിട്ടുണ്ട്. പക്ഷെ മക്കളെ നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്, കാരണം മക്കളെ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ കിട്ടുന്നത്. അവരുണ്ടാവാറില്ലല്ലോ ഓള് വരുമ്പോൾ. അങ്ങനെ നമ്മൾ അഴിമുഖത്ത് കേട്ടാ പോണത്. ഇവിടെ ഏതെങ്കിലും ഒരു ബീച്ച് പോയാൽ മതിയോ ചോദിച്ചപ്പോൾ ഓള് പറഞ്ഞു വേണ്ട, കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ഉള്ള ഒരു ബീച്ചിൽ തന്നെ പോവാന്ന്. അപ്പം നമ്മൾ വേഗം അഴിമുഖം പിടിച്ച്, അപ്പോൾ അവൾ സ്കൂട്ടിമേലാണ് വന്നിട്ടുള്ളത്. അവൾക്ക് വെട്ടത്തേക്ക് ലൊക്കേഷൻ വിട്ടുകൊടുത്തിട്ട് അവൾ നേരെ വന്നിരിക്കുന്നത് കൂട്ടായിക്കാണ് കേട്ടോ. എങ്ങനെ ലൊക്കേഷൻ അവളെ വഴി തെറ്റിച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും വേണ്ടില്ല, നമ്മൾ ബീച്ചിൽ പോവുകയാണ്. ആളിൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങാനും വരുമ്പോൾ നേരം വൈകിയാലോ, അപ്പോൾ ഞാൻ വണ്ടി ആയിട്ട് വരാം, നിങ്ങൾ ഓട്ടോ കയറിക്കോ പറഞ്ഞ്. ബസ് എപ്പോഴും ഉണ്ടാവില്ലല്ലോ അവിടെ നിന്ന് അഴിമുഖത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലും അവൾ ഞങ്ങളെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ ബാക്കിലായിരുന്നു ആളുണ്ടായിരുന്നത്. പിന്നെ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴാ ഞങ്ങളെ വെട്ടിച്ച് മുന്നിൽ ചാടി. ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കും, അയ്യ പറഞ്ഞാൽ ഞങ്ങൾ അവളെ വെട്ടിച്ച് ഞങ്ങൾ മുന്നിൽ ചാടി. അങ്ങനെ ഞങ്ങളോട് അറിഞ്ഞു, അവൾക്കാണെങ്കിൽ വഴി അറിയില്ല. വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളിവിടെ വന്ന് കാത്തു നിന്നിട്ട് അവളെ കാണില്ല. അപ്പോൾ കാണാണ്ടായതിൻ്റെ സംഭവം ഇതാണ്. ഞാൻ കരുതി അപ്പുറത്ത് വേറൊരു പാർക്ക് ഉണ്ടായിരുന്നു, ആ പാർക്കിലെങ്ങാണ്ട് അവൾ കയറിയോന്ന് വിചാരിച്ച്. വഴിയിൽ ഞാവൽപ്പഴം വിൽക്കുന്നത് മക്കൾ വിറ്റിരിക്കുന്നുണ്ടല്ലോ അവിടെ. അത് കണ്ടപ്പോൾ അവൾ വേഗം ഞാവൽപ്പഴം വാങ്ങി കയ്യിൽ പിടിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ ഉമ്മാക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഞാവൽപ്പഴമൊക്കെ അവൾ ബാഗിലല്ല വണ്ടീൻ്റെ ഉള്ളിൽ വെച്ച് പൂട്ടി. അങ്ങനെ നമ്മൾ ഇതിൽ കൂടി നടന്ന് പോവാണ് കേട്ടോ ആ ബീച്ചിക്ക്. നമ്മളെ ബീച്ചാണ് ഗൈസ് ആ സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പോകുന്നത് പാർക്കൊക്കെയാണ്. പാർക്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പിന്നെ ബീച്ച് പോവാന്ന് കരുതി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിമ്മ എന്നൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിമ്മ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, ഈ പ്രാവശ്യം 3 പെരുന്നാളും തൂക്കിയല്ല. ശരിയാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ഈ പ്രാവശ്യം 3 പെരുന്നാളും അടിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-ാം പെരുന്നാൾക്ക് എല്ലാവരും ഫ്രീ ആണെങ്കിൽ നമുക്ക് അഴിമുഖം ബീച്ചിൽ പോകണം. അതിൻ്റെ ഇടയ്ക്കാണ് ഇവള് വിളിച്ചത്. അപ്പോൾ ഇവളെ കൂടെ പോകുന്നത്. ബീച്ച് കാണിക്കട്ടെ, ബീച്ച് കാണിക്കട്ടെ. അങ്ങനത്തെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നത് നമ്മളെ മോനൂസാണ്, സാമാണ് കേട്ടോ. അപ്പോൾ അവന് ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കടലയിട്ട് കുട്ടികൾ വന്നത് കൂടി. അപ്പോൾ ഓൾ പറഞ്ഞ് നമുക്ക് കടല വാങ്ങിക്കാമെന്ന്. എനിക്ക് പല്ലിന് ചെറിയൊരു അസ്കിതുള്ളതുകൊണ്ട് കടലൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു. പിന്നെ മോനൂസ് നല്ലപോലെ തിന്നുന്ന കണ്ടപ്പോൾ ഞങ്ങൾ കടലൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ തരാ ഇങ്ങനെ നടന്ന് കാണുക കേട്ടോ. പിന്നെ മക്കളുള്ളതുകൊണ്ട് ഒന്നിനും ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് പോകും, അങ്ങനെ കൈ പിടിച്ചാൽ കൈ വിടും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നടന്നു പോയി. കറങ്ങിക്കോ. ഇത് നല്ല പൊന്തോടാ. ഏത് കൂടി അവളെ ഇറങ്ങണേ? ഏത് മോഡലിലാണ്? ഏത് മോഡലാ? നല്ല പോലെ ഇരിക്കേ. പുതിയ മോഡലാ.
പിന്നെ മക്കളെന്തായാലും ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു കേട്ടാ, കയറലും ചാടലും. പക്ഷെ മാലിക്കുമോൻക്ക് അപ്പോഴും ധൈര്യമില്ലായിരുന്നു. അവന് നിന്നോടത്ത് നിന്ന് കുലുങ്ങി കളിക്കായിരുന്നു. ജാമാണെന്നുണ്ടെങ്കിലോ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കയറുന്നതാണെങ്കിലും ഒക്കെ. മാലിക്കൂനെ നിർത്തി കൊടുത്തിട്ട് മാലിക്കു ഇറങ്ങി ഓടുക. കുഞ്ഞൊരു വീട് പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അത് കാണാൻ. പക്ഷെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഓടിയിരുന്നു അവന്. അവൾക്ക് പേടിയാണെടി. ഇരിക്കേ അങ്ങനെ നമ്മുടെ മാലിക് ബേബി തോറ്റ് തുന്നം പാടി രാജിവെച്ച് ഓടിപ്പോന്നിട്ടാ. പിന്നെ ഞാൻ ആ ഭാഗത്ത് വെറുതെ ഇരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിൽക്കാനൊന്നും ശരിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു വീച്ചട വീണിട്ടുണ്ടായിരുന്നു കേട്ടാ. എൻ്റെ പുതിയ ചുരിദാറാണ് ഗൈസ്. പുതിയ ചുരിദാറിൻ്റെ പാൻറ് കീറി. ഞാൻ അവിടെ മോനൂസ് വികുന്ന് വിചാരിച്ചിട്ട് അവനെ പിടിക്കാൻ വേണ്ടി ഓവർടേക്ക് ചെയ്തു പോയതാണ്. പക്ഷെ അവൻ വീണില്ല, ഞാൻ വീണു. ഒരു വിധത്തിൽ മോനൂസ് വികാഞ്ഞോ നന്നായി. കാരണം അവിടെ ജസ്റ്റ് ഒന്ന് വീണപ്പോൾ തന്നെ ഇങ്ങനെ മുറി അയക്കണമെന്നുണ്ടെങ്കിൽ മോനൂസ് വിൽക്കുകയാണെങ്കിൽ പാവല്ലായിരുന്ന. സത്യം പറഞ്ഞാൽ എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. കാലൊക്കെ കൊഞ്ഞു പോണമായിരുന്നു. നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവൾ ജെബി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജെബി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എടി എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എടി, ജസ്റ്റ് ഒന്ന് മുറിയായിട്ടുള്ളൂ എന്നാണ് പൊന്തിച്ച് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഞാൻ ശരിക്കും മുറിയായതും പാൻറ് കീറിയതൊക്കെ കാണുന്നത് പോലും. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവൾ കണ്ടുകഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നത് വായു ഈ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് വേദനിച്ചിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ മോനൂസിനെ ഇതിൽ കയറ്റും. ഞാൻ പറഞ്ഞു റബ്ബേ മോനൂസിനെ എന്തിനാ കയറ്റുന്നത്? അവൻ ഇതിലൊന്നും ഇരിക്കൂല. നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ ആവും നമ്മളെ മക്കളും ആവും നമ്മൾ വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞു മക്കളല്ലേ, അവരിപ്പോൾ അതൊക്കെ ചെയ്യുമോ, അതൊക്കെ ഇരിക്കുമോ, അങ്ങനെ ആക്കോ ഇങ്ങനെ ആക്കോ, പല പല ചിന്താഗതികളായിരിക്കും നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞടി വേണ്ടടി, അവൻ ചെറുതല്ലേ, അവനക്ക് എന്തിനാ ടിക്കറ്റ് എടുത്തത്? അവൻ അതിലൊന്നും ഇരിക്കണ്ടാവില്ല, അത് പെട്ടെന്ന് തുറന്ന് പോരുണ്ടാവും. അപ്പോൾ പറഞ്ഞ് ഈ കൂടെ മോളെയും കൂടി ആക്കി കൊടുക്കാമല്ലോ, മോള് നോക്കിക്കോളും, നോക്കുകയൊക്കെ ചെയ്യും, ഈ ഇരുത്ത് പറഞ്ഞ്. അങ്ങനെ ഇരുത്തി നോക്കിയപ്പോണ്ടാ. അപ്പം ഞാൻ ശരിക്കും ഹാപ്പി ആയിട്ടാ. മോനൂസ് എന്ത് നല്ല രസത്തിലായിരിക്കുന്നത്, ചിരിക്കുന്നത്, ടാറ്റ കാണിച്ചു തരുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവന്. ഇതിപ്പോൾ 2 പ്രാവശ്യം എനിക്ക് ഈ ഒരു അനുഭവം. കാരണം ഞാൻ അവന് പേടിക്കുമെന്ന് വിചാരിച്ച സംഭവങ്ങളിലൊന്നും അവൻ പേടിച്ചില്ല. നല്ല കൂളായിരിക്കുമെന്ന് വിചാരിച്ച സംഭവങ്ങളിലൊക്കെ ഓരലമ്പായി എനിക്ക് പേടിയായി. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ആ ഒരു ലൈറ്റും സംഭവം കണ്ടപ്പോൾ ജെബിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാം. നല്ല ആളാ കരയാൻ. അങ്ങനെ നമ്മൾ പാർക്കത്തെ കലാപരിപാടികൾ അവസാനിപ്പിച്ച് ബീച്ചിലേക്ക് ഇറങ്ങിയിരുന്നു. കാരണം അപ്പം തന്നെ നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ജാമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തിക്ക് അവൻ എല്ലാതും ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ടൈം ഏകദേശം ഇരുട്ടായി തുടങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചോളാപ്പൊരിയും അതും ഇതുമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ വരുന്ന വഴിക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഈ ഏതായാലും വാങ്ങിക്ക്, ഞാനിവിടെ ഇരിക്കട്ടെ, കാല് വേദനിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. ആ തക്കത്തിന് മോളൂസാണെന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങി കയ്യെ പിടിച്ച പാടെ അവളെ കയ്യിൽ നിന്ന് ഒരു ഐസ്ക്രീം താഴെ വീണ്
പോയി പറഞ്ഞ്. എന്നിട്ട് രണ്ടാമത്തെ ഐസ്ക്രീം ആയിട്ട് വന്നിരുന്ന് തിന്നണതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് മോനൂസിന് ഐസ്ക്രീം കൊടുത്തപ്പോൾ ഞാൻ വല്ലാണ്ട് അവനക്ക് ഐസ്ക്രീം സ്പോൺസർ ചെയ്യലില്ല, ഇനി തൊണ്ടവേദനയും ചുമയൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് സാം അപ്പുറത്തൊരു ഐസ്ക്രീം ഇരുന്ന് തിന്നുന്നുണ്ട്. ഒന്നവൻ്റെ ഉമ്മിച്ചിൻ്റെതാണ് കേട്ടോ. പിന്നെ മോനൂസിൻ്റെ കയ്യിൽ ഞാൻ ഇടക്കിടക്ക് ഓരോ സ്കൂപ്പും ഞാൻ അകത്താക്കുന്നുണ്ടായിരുന്നു, കാരണം ഒന്നൊന്നാകെ അവനക്ക് കൊടുത്താൽ പ്രശ്നമാവും. ജനക്കുട്ടിൻ്റെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ അപ്പം ഇരിക്കണില്ലേ? ഇതാണ് ഞാൻ എടുക്കുമ്പോഴുള്ള പ്രത്യേകത. മൂപ്പർക്ക് ഇഷ്ടമൊന്നുമല്ല, എന്നാലും മൂപ്പരാളെ മൈൻഡ് ചെയ്യാണ് ഞാൻ എടുക്കുന്നതെന്നുള്ളൂ. പിന്നെ ഉമ്മയും മോനും അവിടെ അതിതീവ്രമായ സംസാരത്തിലായിരുന്നു. ബീച്ചിൽ ഇറങ്ങണം ഇറങ്ങണ്ട. അപ്പോൾ ഞാൻ ചീത്ത പറയുന്നു അവളെ, മക്കളായിട്ടൊക്കെ ബീച്ചിൽ കയറുമ്പോൾ ഒരു കൂട്ട് ഡ്രസ്സ് കയ്യിൽ എന്തായാലും കരുതണ്ടേ പറഞ്ഞിട്ട്. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ, പെരുന്നാളാണല്ലോ, അതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാരുണ്ടാവുക. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ടായിരുന്നു. നല്ലോണം തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മക്കൾ കടലിൽ കുറച്ച് നേരം ഏതായാലും വന്നതല്ലേ, അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ കിടക്കണം കുളിക്കണം എന്നൊക്കെ. പിന്നെ വേറെ ഡ്രസ്സും കൊണ്ടുവന്നിട്ടില്ല. അറിയണില്ലേ, ജന്നക്കുട്ടി വൈറലാവും. ഇനി കൊണ്ടുവരരുത് കേട്ടോ ജന്നനെ. ഈ കുഞ്ഞു മക്കളെ നമ്മളുണ്ടല്ലോ ചില സമയത്ത് എന്ത് തക്കടൊന്നും കുക്കടൊന്നും വിളിച്ച് പുന്നാരിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അവരെ വാശി അവർ വിടൂല. ഇപ്പോൾ വാശി പിടിക്കണത് എന്തിനാന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് കയറ്റിയതിനാണ് കേട്ടോ. നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു, ഫോണിൽ കാണുന്നത് നോക്കണ്ട, നല്ല ഇരുട്ടായിരുന്നു. ഇനി അവർക്ക് പുതിയങ്ങാടിക്ക് എത്തേണ്ട വണ്ടിമേലാണെങ്കിലും ഉമ്മ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, എന്തേ പോന്നില്ലേന്ന് വെച്ചിട്ട്. അങ്ങനെ പിന്നെ കയറ്റിയതിനാണ് ആ വാശി പിടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ബസ്സിന് പോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അവളെ പറഞ്ഞയച്ച് കുടുങ്ങിയെന്നായിപ്പോയി. ബസ് കിട്ടിയില്ല ഗൈസ്. ബസ് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ബസ് കിട്ടുന്നുള്ളത് ഉറപ്പായി. ആയതുകൊണ്ട് തന്നെ ഫുൾ ആൾക്കാർ അതിലായിരുന്നു, നിറച്ചായിരുന്നു. പിന്നെ വീട്ടിലെത്തി നല്ല ലേറ്റായി അനിയൻ വിളിക്കാൻ വന്ന്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളെ മൂന്നാമത്തെ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. ഞങ്ങളെ ലൈഫിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒന്നാം പെരുന്നാളും രണ്ടാം പെരുന്നാളും മൂന്നാം പെരുന്നാളൊക്കെ ഇത്ര അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ.